നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആണ്. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ നേരിടുന്ന ചോദ്യമാണ് കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ. ജനനം മുതൽ 1.5 വയസ്സ് വരെയുള്ള വാക്സിനുകളെക്കുറിച്ചും അത് എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിക്കാം. എന്തിനാണ് വാക്സിൻ നൽകുന്നത്? ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? പോളിയോ, വില്ലൻ ചുമ, ടെറ്റനസ് തുടങ്ങിയ ഗുരുതരമായ അസുഖങ്ങളിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഏക വഴിയാണ് വാക്സിനേഷൻ. ജനിച്ച ഉടനെ നൽകുന്ന വാക്സിനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് സംസാരിക്കാം. BCG ക്ഷയരോഗത്തിന് TB എതിരെയാണ് ഇത് നൽകുന്നത്. ഇടത് കൈയിൽ തൊലിപ്പുറത്താണ് ഇത് നൽകേണ്ടത്. ഇത് എടുത്ത ഭാഗത്ത് 2-3 ആഴ്ച കൊണ്ട് ഒരു ചെറിയ കുരു വരും. അത് പൊട്ടി ഒരു ചെറിയ വ്രണം പോലെയാകും. അത് സ്വാഭാവികമാണ്. ഇവിടെ മരുന്ന് പുരട്ടുകയോ അമർത്തുകയോ ഒന്നും തന്നെ ചെയ്യരുത്. ആ വ്രണം ഉണങ്ങി ഒരു തഴമ്പ്, അതായത് സ്കാർ പോലെ ഉണ്ടാവും. അടുത്തതായിട്ട് OPV ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വായ വഴി നൽകുന്ന പോളിയോ തുള്ളിമരുന്നും ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തത്തിന് എതിരെയുള്ള കുത്തിവയ്പ്പും ആണ്. ഇത് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നൽകും. അടുത്തതായിട്ട് 3, 6, 10, 14 ആഴ്ചകളിലെ കുത്തിവയ്പ്പുകളെ കുറിച്ചാണ് പറയുന്നത്. പെൻഡാവാലൻറ്റ് 5 അസുഖങ്ങൾക്കുള്ള ഒരു കുത്തിവയ്പ്പാണിത്. ഇതിൽ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് B, ഹിബ് എന്നിവ ഉൾപ്പെടുന്നു. ഇത് കാലിൻ്റെ തുടയിലാണ് നൽകുന്നത്. IPV ഇൻജെക്റ്റബിൾ പോളിയോ വാക്സിൻ തുള്ളിമരുന്നിന് പുറമേ നൽകുന്ന പോളിയോ ഇഞ്ചക്ഷനാണ്. പിന്നെ PCV ന്യൂമോണിയയ്ക്ക് എതിരെയുള്ള വാക്സിൻ. അടുത്തതായിട്ട് റോട്ടറ വൈറസ് വയറിളക്കം തടയാൻ വായ വഴി നൽകുന്ന തുള്ളിമരുന്ന്. അടുത്തതായി പനിയും വേദനയും എന്തൊക്കെ കൈകാര്യം ചെയ്യാം? കുത്തിവയ്പ്പിന് ശേഷം പനി വരുന്നത് ശരീരം പ്രതികരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ മാത്രം പാരസെറ്റമോൾ നൽകുക. അളവ് കുറഞ്ഞാലും കൂടിയാലും ഫലമുണ്ടാകില്ല. കുത്തിവയ്പ്പ് എടുത്ത ഭാഗത്ത് നീരും ചുവപ്പും ഉണ്ടെങ്കിൽ ഒരു തുണി തണുത്ത വെള്ളത്തിൽ മുക്കി ആ ഭാഗത്ത് പതുക്കെ ഒപ്പി കൊടുക്കുക. കോൾഡ് കംപ്രസ് അവിടെയിട്ട് തിരുമരുത്. മുലപ്പാൽ ഈ സമയത്ത് കുഞ്ഞിന് സാധാരണയേക്കാൾ കൂടുതൽ മുലപ്പാൽ നൽകണം. അത് കുഞ്ഞിന് വേദന സഹിക്കാനുള്ള ആശ്വാസം നൽകും. വാക്സിനേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: സമയക്രമം കൃത്യതീയതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം വൈകിയാലും പേടിക്കേണ്ട, പക്ഷേ മാസങ്ങൾ വൈകിക്കരുത്. കുഞ്ഞിന് കടുത്ത പനി ഉണ്ടെങ്കിൽ മാത്രം വാക്സിനേഷൻ മാറ്റിവെക്കുക. ചെറിയ ജലദോഷം കുഴപ്പമില്ല. പാരലൽ ടോപ്പ് ഗവൺമെൻറ് ആശുപത്രികളിൽ കൃത്യമായി ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് വാക്സിനേഷൻ കാർഡ് എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ BCG മുതൽ ആദ്യത്തെ 3 മാസത്തെ വാക്സിനുകൾ വരെ ചർച്ച ചെയ്തു. വേദന ഭയന്ന് ഒരു കുഞ്ഞിനും വാക്സിനേഷൻ നൽകാതിരിക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.